ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സൂര്യയെ ഞാൻ 3-4 തവണ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ചന്ദ്രേട്ടന് ഫോൺ എടുക്കുന്നില്ല. കഴിഞ്ഞില്ലേ ആവോ? ആ ദേ അവര് വന്നു. അവനെവിടെ? സൂര്യ, വരുൺ എവിടെ? കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞു പോയതല്ലേ നിങ്ങള്? അയ്യോ എന്റെ ഈശ്വര! വരുണിന്റെ രാധികയും ജയിലിലേക്ക് കൊണ്ടുപോയി. ചന്ദ്ര, എല്ലാം തികഞ്ഞ വക്കീലിനെ ഏർപ്പാടാക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ എന്റെ മോനെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ ശക്തമായിരുന്നു അമ്മേ. പ്രത്യേകിച്ച് സ്ത്രീ പീഡനവും അതിനെ തുടർന്നുള്ള കൊലയും എന്നൊക്കെ പറഞ്ഞപ്പോ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു. സൂര്യ, നീ അവനെ കണ്ടായിരുന്നോടാ? കണ്ടു അമ്മേ, സംസാരിക്കുകയും ചെയ്തു. ഇപ്പോഴും സത്യത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ അവൻ എന്റെ അടുത്ത് പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല സൂര്യ. ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാം കേസെടുക്കുന്ന സമയമല്ലേ. ജാമ്യം കൊടുത്ത് പുറത്തുവിട്ടാം കോടതി വിമർശനം കേൾക്കേണ്ടി വരും. പത്രക്കാരൊക്കെ വെറുതെ ഇരിക്കൂ? വരുൺ രാധികയെ കല്യാണത്തിന് മുമ്പ് കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. അതൊക്കെ വേറെ കാര്യം. പ്രിയങ്കയെ കല്യാണം കഴിച്ചതിന് ശേഷവും അവളുടെ പുറകെ നടന്നതാ കുഴപ്പമായത്. അല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കേ ദൈവം ഒരു ശിക്ഷ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതായിരുന്നോടി നിന്റെ മനസ്സില്? ഈ നേരം വരെ എല്ലാവരുടെയും കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഇതായിരുന്നോ നിന്റെ മനസ്സിലെന്ന്? അമ്മേ, കണിമംഗലത്തിന്റെ വീഴ്ചകൾ ആസ്വദിക്കുന്നത് ശത്രുക്കളല്ല, കൂടെ ഇരിക്കുന്നവരാ. കൂടെ ഇരുന്ന് ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്നവര്. അമ്മേ, നിന്നെ വിശ്വസിച്ചതാ കുഴപ്പമായത്.